ഓം യസ്യാന്തം നാദിമധ്യം നഹി കരചരണം നാമഗോത്രം ന സൂത്രം നോ ജാതിർനൈവ വർണ്ണാ ന ഭവതി പുരുഷോ നാനപുംസം ന ച സ്ത്രീം നാകാരം നോ വികാരം നഹി ജനിമരണം നാസ്തി പുണ്യം ന പാപം തത്വം നോ തത്വമേകം സഹജസമരസം സദ്ഗുരും തം നമാമി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. സകലനിഗമഗീതാം ബ്രഹ്മവിദ്യാം വിശുദ്ധാം നിജഗുരുരമണേഷ്ഠാം ശങ്കരാചാര്യകുഷ്ഠാം ദദതി കരുണയാ യേ പ്രൗഢഗംഭീരവാചാ രമണചരണതീർത്ഥാൻ ദേശികാൻ താൻ നമാമഃ. ഹൃദയകുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹി അഹം അഹം ഇതി സാക്ഷാത് ആത്മരൂപേണ ഭാതി. ഹൃദി വിഷമനസാ സ്വം ചിൻവദാ മജ്ജദാ വാ പവനചലനരോധാദാത്മനിഷ്ഠോ ഭവത്വം. ശാരദാ ശാരദാംഭോജവദനാ വദനാംബുജേ സർവദാ സർവദാസ്മാകം സന്നിധിം സന്നിധിം ക്രിയാത്. ഹരി ഓം. അഭയ ദീക്ഷിതരുടെ മാർഗബന്ധു സ്തോത്രം ആണ് നമ്മളിപ്പോൾ അർത്ഥം പറഞ്ഞു വരണത്. മാർഗം എങ്ങനെ ബന്ധു ആവും? മാർഗത്തിനോട് എപ്പോൾ നമ്മൾ ബന്ധപ്പെട്ടിരിക്കണോ, റിലേറ്റഡ് ആയിരിക്കണോ, അപ്പോൾ വാസ്തവത്തിൽ മാർഗം നമുക്ക് ബന്ധുവായിട്ട് തീരും അല്ലേ? ആരാരോടാണോ ആരൊക്കെ റിലേറ്റഡ് ആയിരിക്കണത് അവരെയാണ് നമ്മൾ ബന്ധുക്കൾ എന്ന് പറയണത്. അപ്പോൾ മാർഗം എന്ന് പറയണത് പരമാർത്ഥമായ ലക്ഷ്യത്തിലേക്കുള്ള മാർഗമാണ്. ഈ ജീവിതയാത്ര പരമാർത്ഥമായിട്ടുള്ള ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ്. പക്ഷേ നമ്മൾ എവിടെയോ വച്ച് വഴിതെറ്റിപ്പോണു. നമ്മൾ വഴിതെറ്റിപ്പോയി ലക്ഷ്യത്തിലും എത്താതെ ബുദ്ധിമുട്ടി ദുഃഖിച്ചിരിക്കുമ്പോൾ സദ്ഗുരുക്കൾ നമുക്ക് മുന്നിൽ മാർഗവും അത് കടന്നുപോയ വഴികളും കടന്നുപോയ സാധനകളും നമ്മുടെ മുന്നിൽ വയ്ക്കണം. അത്തരത്തിലൊരു സാധനയാണ് ഇവിടെ അഭയാദീക്ഷിതർ നമുക്ക് ഉപദേശമായി ഒരു പാട്ട് രൂപത്തിൽ തരണം അല്ലേ? പാട്ട് എന്ന് പറയുമ്പോൾ അതിഷ്ടപ്പെടാത്ത ആരുമേ ഇല്ല. ശിശുർവേത്തി പശുർവേത്തി വേത്തി ഗാനരസം ഭണി. ഒരു പാട്ടിനെ ശിശു, ഒരു കുട്ടി, അക്ഷരമേ അറിയാത്ത ഒരു കുട്ടി കൂടെ രസിച്ച് കേൾക്കും. ഇപ്പോൾ തൊഴുത്തിലൊക്കെ പോയാൽ പശുക്കൾക്ക് പാട്ടിട്ട് കൊടുക്കുന്നത് കാണാം. പശുർവേത്തി വേത്തി ഗാനരസം ഭണി. ഇവിടെ എല്ലാവരും ഈ ഗാനരസം അനുഭവിക്കണു. ആ ഗാനത്തിലൂടെ സാധനയെ നമുക്ക് ഉപദേശമായി തരണു. മാർഗം സാധനയാണ്. വാസ്തവത്തിൽ വിചാരം ചെയ്ത് നോക്കിയാൽ നമുക്ക് മാർഗം അല്ല, ലക്ഷ്യത്തിലാണ് നമ്മൾ ഇരിക്കണത്. പക്ഷെ മാർഗം പുറത്ത് നമ്മൾ തേടണം. ആ പുറത്ത് വേവറിങ് ആയിരിക്കണ ആ തേടലിനെ എപ്പോൾ അവസാനമുണ്ടോ, എപ്പോൾ ആ ഇൻസെർച്ച് ആവുമോ, ഉള്ളിലേക്ക് ആര് ഇതിനെ സെർച്ച് ചെയ്യണമെന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും സിദ്ധമായ ഒരു പൊരുൾ. ആ പൊരുളിനെയാണ് അഭയാദീക്ഷിതർ കഴിഞ്ഞ ആ ശ്ലോകത്തിൽ ഓംകാരവാഠീ കുരംഗം, ഓംകാരമാകുന്ന ഉദ്യാനത്തിൽ കിട്ടണ ഒരു മാനിനെ പോലെ പറഞ്ഞു. ഈ മാനിനെ എവിടെയാണ് തേടേണ്ടത്? ഭഗവാനാകുന്ന മാനെ എവിടെ തേടണം എന്ന് വെച്ചാൽ ഓംകാരമാകുന്ന ഉദ്യാനത്തിൽ പോയി നമ്മൾ തപ്പണം. എന്താ ഓംകാരം എന്ന് പറഞ്ഞാൽ? പ്രണവം.
ഭഗവാൻ ഒരു നാമം നമഃ പ്രണവാർത്ഥായ, പ്രണവത്തിന് അർത്ഥമാണ് ഭഗവാൻ. രമണ മഹർഷിയുടെ അക്ഷരമണമാലയിൽ മഹർഷി ഭഗവാന്റെ സ്വരൂപം എന്താണെന്ന് പറയണു. ഓങ്കാരപ്പൊരുൾ. ഓങ്കാരപ്പൊരുൾ ഒപ്പ് ഉയർവില്ലോയ് ഉനൈ യാർ അറിവാർ അരുണാചല. ഓങ്കാരത്തിൻ്റെ പൊരുളിനെ അതിന് ഒപ്പം നിൽക്കാൻ ആരുമേ ഇല്ല. കാരണം ഒപ്പം നിൽക്കണമെങ്കിൽ ഒരു വസ്തു വെവ്വേറെയായിട്ട് നിൽക്കണം, ദ്വൈതമായിട്ട് നിൽക്കണം, രണ്ടായിട്ട് നിൽക്കണം. ഞാൻ ഇതിനൊപ്പം എന്ന് പറയാൻ ഒരു വസ്തു അവിടെ ഇല്ല. വസ്തു ഏകമാണ്. ഏകം ഏവ അദ്വിതീയം, രണ്ടില്ലാത്ത പൊരുൾ. അപ്പോൾ ഓങ്കാരത്തിൻ്റെ പൊരുളായിരിക്കണ ഭഗവാനെ ആ പ്രണവമാകുന്ന ഉദ്യാനത്തിൽ തേടണം. അത് ഉപനിഷത്തെ പറയണു. ഒരു ആലംബം വെച്ചോളാം. എല്ലാവർക്കും ജീവിക്കാൻ ഒരു ആശ്രയം വേണം. സത്യമാർഗികൾക്ക് ജീവിക്കാൻ ഒരു ആശ്രയത്തെ ഉപനിഷത്തെ പറഞ്ഞു കൊടുക്കണു. ഏതദേവാക്ഷരം ബ്രഹ്മ, ഏതദേവാക്ഷരം പരം, ഏതദേവാക്ഷരം ജ്ഞാത്വാ യോ യദിച്ഛതി തസ്യ തത്. എന്താ ഏകാക്ഷരം? ഏതത് ഏവ അക്ഷരം ബ്രഹ്മ, ഒരേ ഒരു അക്ഷരമായിട്ടുള്ള ബ്രഹ്മം. അക്ഷരബ്രഹ്മം എന്ന് നമ്മൾ പറയണത് പ്രണവത്തിനെയാണ്. ആ ഒരു പ്രണവത്തിനെ ആശ്രയം വയ്ക്കൂ. ആ ആശ്രയം എന്താ? പരമമായ ആശ്രയമാണ്. ഏതത് ഏവാക്ഷരം പരം, പരമമായിട്ടുള്ള അക്ഷരമാണ്. അതിനെ ആലംബം വച്ചാൽ, അതിനെ നമ്മൾ സ്വീകരിച്ചാൽ, അതിനെ നമ്മൾ ആശ്രയിച്ചാൽ നമുക്ക് പരമമായ വൈഭവത്തെ കിട്ടും. ബ്രഹ്മവിതാപ്നോതി പരം. ആ പരമമായ ഒരു ലക്ഷ്യത്തിനെ നമുക്ക് കിട്ടും. ഏതദേവാക്ഷരം ജ്ഞാത്വാ, ആ പ്രണവത്തെ അറിഞ്ഞാൽ യോ യദിച്ഛതി തസ്യ തത്, യോ യദിച്ഛതി തസ്യ തത്. എന്തിനെയാണോ നീ ഇച്ഛിക്കണത് അത് നിനക്ക് കിട്ടും. എന്തിനാണ് ഇച്ഛിക്കണത്? സാധനാ മാർഗത്തിൽ സത്യത്തിനെയാണ് നമ്മൾ ഇച്ഛിച്ച് മാർഗത്തിൽ പോകണം. സത്യമാർഗം. ഇതിനാണ് പല പല സംഘടനകളും സത്യയുഗം സത്യയുഗം എന്ന് പറയുന്നത്. ഒരിക്കലും നമുക്ക് സത്യയുഗത്തിലേക്ക് പോകാനേ സാധ്യമല്ല. സത്യയുഗം എന്ന് പറയുന്നത് അനുഭവമാണ്, സത്യത്തിൻ്റെ അനുഭവമാണ് സത്യയുഗം. ആ സത്യത്തിനെ എപ്പോൾ സാക്ഷാത്കരിക്കും എന്ന് പറഞ്ഞാൽ പ്രണവമാകുന്ന ആലംബത്തിലൂടെ, ഉപാസനയിലൂടെ ചിത്തശുദ്ധി വന്നു കഴിഞ്ഞാൽ സത്യത്തിനെ നമുക്ക് പ്രാപ്തമാക്കാം. രമണ മഹർഷി പറഞ്ഞു കൊടുക്കണു സദ്ദർശനത്തിൽ, ഈശ്വരാർപ്പിതം നേച്ഛയാകൃതം ചിത്തശോധകം മുക്തിസാധകം. എല്ലാവരും ഫ്രീഡത്തെയാണ് തേടുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഫ്രീഡം കിട്ടും? ഈശ്വരാർപ്പിതമായിട്ട് ഒരു കർമ്മം ചെയ്യൂ, യു ഗെറ്റ് ഫ്രീഡം. നേച്ഛയാകൃതം, എൻ്റെ ഒരു ആവശ്യത്തിന് ഒരു കർമ്മം ചെല്ലേ. ഈ വീട് കെട്ടിയാൽ എനിക്ക് വയസ്സാവുമ്പോൾ ആശ്രയിക്കാൻ ഒരു വീട് എന്ന് വിചാരിച്ചിരിക്കും. ഒരു പ്രളയം വരും, വീടോടെ പോവും. വീടും പോയി, താമസിച്ച ആളും പോവും, അല്ലേ? നേച്ഛയാകൃതം. ഈ ചെയ്യണതിനൊന്നും ഒരു ഇച്ഛ വയ്ക്കാതിരിക്കുക. എന്തൊക്കെ ചെയ്താലും ഈശ്വര അർപ്പിതമായിട്ട് ചെയ്യുക. ആ കാര്യം എൻ്റെ ഒരു ഇച്ഛയ്ക്ക് വേണ്ടി, നാളെ എനിക്ക് ഉപകാരപ്പെടും എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കാതിരിക്കുക. അങ്ങനെ ഇരുന്നാലോ ചിത്തശോധകം, ചിത്തം ശുദ്ധിയാവും. ശുദ്ധമായ ചിത്തം മുക്തി സാധകം. അങ്ങനെ ചിത്തം ശുദ്ധിയായാൽ നമുക്ക് മുക്തി സാധകമായി വരും. മുക്തി സാധിക്കും, മുക്തി തെളിഞ്ഞു വരും. രമണ മഹർഷിയുടെ ആശ്രമത്തിൽ, ഇപ്പോൾ തിരുവണ്ണാമലയിലെ ആശ്രമത്തിലൊക്കെ പോയാൽ നമുക്കറിയാം, ഒരുപാട് ഈ വാനരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ മഹർഷി ഇങ്ങനെ ഇരിക്കണു. ആരൊക്കെയോ മഹർഷിയെ കാണാൻ വന്നപ്പോൾ കുറച്ച് പഴങ്ങളൊക്കെ കൊണ്ട് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നു. ഈ വാനരൻ വന്നിട്ട് ഒരു പഴത്തിൽ കൈവയ്ക്കാൻ പോയപ്പോഴേക്കും ആശ്രമത്തിലുള്ള ഒരു അന്തേവാസി ഈ വാനരനെ ഓട്ടിക്കാൻ പോയപ്പോൾ മഹർഷി പറഞ്ഞു, ആശ്രമം കെട്ടി എല്ലാത്തിനെയും ത്യജിക്കാൻ വേണ്ടി സന്യാസം എടുത്തിട്ട് ഏതോ ഒരു ജീവൻ ഒരു പഴത്തിൽ പോയി ആശ വെച്ച് അത് എടുക്കാൻ പോയപ്പോഴേക്കും നിങ്ങൾ ഓട്ടിക്കണോ, നാളത്തേക്ക് വച്ചിട്ട് നമ്മൾ സന്യാസി എന്ന് പേര് പറഞ്ഞിരിക്കണം അത്രയും. അപ്പോൾ ഭഗവാനെ നമ്മൾ, അല്ലേ, ആശയെ അറിമിൻ, ഈശനോടാകിലും ആശയെ അറിമിൻ. ഭഗവാനെ വെളിയിൽ കിട്ടും നമ്മൾ വിചാരിക്കുകയേ ചെയ്യരുത്. ഭഗവാൻ അനുഭവമായിട്ട് ഉള്ളിൽ കിട്ടും. അതുകൊണ്ട് ഓംകാരം എന്ന് പറയണത് അകാരോ ഉകാരഃ, ഉകാരോ മകാരഃ, മകാരോ ഓംകാരഃ, ഓംകാരോ അഹമിയേവ. നമുക്കെല്ലാവർക്കും ഒരു നാമമുണ്ട്. എന്താന്ന് വെച്ചാൽ ഓംകാരം. ഓം ആണ് നമ്മുടെയൊക്കെ പേരില്ലേ. നമ്മൾ രാമൻ, ലക്ഷ്മണൻ,
ശിവൻ, പാർവതി എന്നൊക്കെ പേരിടണം. ഇപ്പം ടിങ്കു, മങ്കു എന്നൊക്കെ പേരിടണം എല്ലാവർക്കും, അല്ലേ? വാസ്തവത്തിൽ നമ്മുടെ പേരെന്താണെന്ന് പറയണു, ഓംകാരം അഹമിയേവ. നമ്മുടെയൊക്കെ പേര് ഓംകാരമാണ്. എന്ന് വെച്ചാൽ അകാരോ ഇതി ജാഗ്രത്. അകാരം എന്ന് പറഞ്ഞാൽ ജാഗ്രതാണ്. അതുകൊണ്ടാണ് ജാഗ്രത്തിൽ എന്തുണ്ട്? വിഷമം മാത്രമേ ഉള്ളൂ. ഊകാരം എന്ന് പറഞ്ഞാൽ സ്വപ്നം. ചിലരുടെ കൂർക്കം വലിയൊക്കെ ഇതുപോലെ ഇരിക്കും, വിസിലടിക്കുന്നത് പോലെ ഇരിക്കും ചിലർക്ക്. അടുത്തുള്ള ആർക്കും ഉറങ്ങാൻ പറ്റില്ല എന്നല്ലാതെ അവർ സുഖമായിട്ട് ഉറങ്ങും, അല്ലേ? അപ്പോൾ ഒരു ഉറക്കത്തിൽ സ്വപ്നം, ജാഗ്രത് സ്വപ്നത്തിലേക്ക് പോകുമ്പോൾ ഉകാരോ ഇതി സ്വപ്നഃ. മകാരം, മാ ശബ്ദം ശാന്തിയെ സൂചിപ്പിക്കണു. ആ മാ ശബ്ദം എന്താണെന്ന് വെച്ചാൽ സുഷുപ്തി. ആ സുഷുപ്തിയിൽ എന്തുണ്ട്? ശാന്തി ഉണ്ട്. മാ, അല്ലേ? രാമ എന്ന് പറയുന്ന ഒരു ബീജാക്ഷരം. ആ അക്ഷരം പരമേശ്വരൻ്റെ ഹൃദയത്തിലിരിക്കുന്നതായിട്ടാണ് പറയണത്. എന്നുവെച്ചാൽ രാ എന്ന് പറഞ്ഞ ഫ്രിക്ഷൻ, ഒരു അഗ്നി, അഗ്നിയുടെ ബീജമാണ് രാ. മാ എന്ന് പറയുന്നത് ശാന്തിയുടെ ബീജമന്ത്രമാണ്. അപ്പോൾ അഗ്നി ശാന്തമാവണം. അഗ്നി എന്താ? ചൂട്. ചൂട് ശാന്തിയാവണം. താപത്തിൻ്റെ ശാന്തി എപ്പോൾ വരണോ അപ്പോഴാണ് രാമതത്വം വന്നിരിക്കുന്നത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ശാന്തത്തിൻ്റെ തത്വത്തെയാണ് പരമേശ്വരൻ ഹൃദയത്തിൽ വച്ചിരിക്കുന്നതെന്ന് പറയണം. അപ്പോൾ മകാരം എന്ന് പറയുന്നത് സുഷുപ്തി. സുഷുപ്തിയിൽ നമുക്ക് ഒരു പേഴ്സണാലിറ്റിയേ ഇല്ല. അതുകൊണ്ട് തന്നെ സുഷുപ്തിയിൽ ശാന്തിയുണ്ട്. ജാഗ്രത്തിൽ പേഴ്സണാലിറ്റി ഉണ്ട്. സ്വപ്നത്തിൽ ഒരു ഭാവാത്മത്തിലൊരു പേഴ്സണാലിറ്റി ഉണ്ട്. സുഷുപ്തിയിൽ പോയാൽ ഭാവവുമില്ല, അഭാവവുമില്ല. ഭാവാഭാവ വിവർജിതായേ നമഃ. ലളിതാ സഹസ്രനാമത്തിൽ ഭഗവതിക്ക് അഭാവ വിവർജിതായേ നമഃ. ഭാവത്തെ ഇല്ലാതാക്കണു, അഭാവത്തെ ഇല്ലാതാക്കണു എന്ന് വെച്ചാൽ ഉള്ള പൊരുളിനെ കാണിച്ചു തരണു ദേവി എന്നാണ്. തത്പദ ലക്ഷ്യാർത്ഥ, ശിവത്തിലേക്ക് ലക്ഷ്യമാക്കുന്നു. തത്പദം എന്ന് വെച്ചാൽ മംഗളം, മംഗളമായ പദത്തിലേക്ക് ദേവി നമ്മളെ നയിച്ചു കൊണ്ടുപോകണു. വിദ്യാ അവിദ്യാസ്വരൂപിണ്യേ നമഃ. ഉപനിഷത്തിൽ ഒരു മന്ത്രം പറയണത് തന്നെ അവിദ്യയാ മൃത്യും തീർത്വ വിദ്യയാ അമൃതമശ്നുതേ. ഈ അവിദ്യയിൽ നിന്നിട്ട് ഈ മൃത്യുവിനെ അങ്ങോട്ട് കടന്നിട്ട്, മൃത്യും തീർത്വ എന്ന് പറഞ്ഞാൽ തീർത്തിട്ട് മൊത്തം. ഈ മൃത്യു എന്തൊക്കെ നമുക്ക് മൃത്യു തരണോ ആ മൃത്യു തരണ വസ്തുവിനെയൊക്കെ ഇല്ലായ്മ ചെയ്തിട്ട്, വിദ്യയാ ഇല്ലായ്മ ചെയ്താൽ പിന്നെ എന്തുണ്ട്? അവിടെ ആത്മവിദ്യയുണ്ട്. താനായി തികഴും ആത്മജ്ഞാനമേ. അവിടെ ആത്മവിദ്യയുണ്ട്. ഭഗവാൻ ശിവനുണ്ട് എന്ന് വെച്ചാൽ ശാന്തിയുണ്ട്. ആ ശാന്തിയിലൂടെ അമൃതമശ്നുതേ, നമുക്ക് അമൃതത്വം ഉണ്ടാവും എന്ന് വെച്ചാൽ മരണമേ ഇല്ലാത്ത അവസ്ഥ. അപ്പം മരണമേ ഇല്ലാത്ത അവസ്ഥയ്ക്ക് ഓംകാരവാഠി കുരങ്കം, ഈ ഓംകാരമാകുന്ന ഈ ഉദ്യാനത്തിൽ പോയി തിരഞ്ഞുകൊള്ളാം. ആരെയാ തിരയേണ്ടത്? സിദ്ധ സംസേവിധാം ഗ്രീം ഭജേ മാർഗബന്ധും. സിദ്ധന്മാരുകൂടെയും ആരുടെ പാദത്തെയാണോ ആശ്രയിക്കണത് ആ പാദം ആരുടെ പാദമാണ്? കുഞ്ചിത പാദം, ഭഗവാന്റെ പാദം. മാണിക്യവാചകർ സ്വാമി കുതിരയെ വാങ്ങിക്കാൻ വിട്ട സമയത്ത് ഒരു അമ്പലം കെട്ടി ഒരു തിരുപ്പരുംതുറൈ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൽ ഒരു സദ്ഗുരുവിൻ്റെ ദർശനത്തിൽ നിന്ന് ബാഹ്യപ്രജ്ഞയെല്ലാം പോയി രാജാവിൻ്റെ അരിമർദ്ദന പാണ്ഡ്യൻ്റെ ശിക്ഷ അനുഭവിച്ച് ജയിലിനുള്ളിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഈ ജയിലിൻ്റെ ഉള്ളിൽ നിന്നും തിരുപ്പരന്തുറയിലിരിക്കണ ഭഗവാനിലും എനിക്ക് എത്താനുള്ള ഒരു ദൂത് വേണമല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ ഒരു കുയിൽ പറന്നു വന്നു അത്രേ. ഒരു കുയിൽ പറന്നു വന്നിരുന്നു. എന്താ ഈ കുയിൽ എന്ന് വെച്ചാൽ നമ്മളെ മനസ്സ്. നമ്മുടെ മനസ്സാണ് ഈ കുയിൽ. ഗീതമിനിയ കുയിലേ കേട്ടിയേ എങ്കൻ പെരുമാൻ. ആ കുയിലിൻ്റെ അടുത്ത് ചോദിച്ചു, എൻ്റെ ഭഗവാനെ നിനക്ക് അറിയാമോ കുയിലേ? അല്ലേ, മനസ്സിനെ പതുക്കെ പതുക്കെ നമ്മൾ ഇതാ പഠിപ്പിക്കേണ്ട. മനസ്സാകുന്ന കുയിൽ അല്ലേ, എവിടെ ഒരിടത്ത് പിടിച്ചിരുത്താൻ പോയാൽ ഈ കുയിൽ ഓടിക്കൊണ്ടേയിരിക്കും, പക്ഷെ പാടിക്കൊണ്ടേയിരിക്കും. നോൺ സ്റ്റോപ്പ് പാട്ടാണ് ഈ മനസ്സ്. എന്തൊക്കെ പാടണോ അല്ലേ, ഞാൻ രാവിലെ തൊട്ട് രാത്രി വരയ്ക്കും പാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭജന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളിൽ. സ്വയമേവ എന്നെ വാഴ്ത്തിക്കൊണ്ടുള്ള ഭജന ഈ മനസ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മനസ്സിനെ സത്വസ്തുവിലേക്ക് വിടാനൊരു ഉപായത്തെ നോക്കൂ. ഗീതമിനിയ കുയിലേ കേട്ടിയേ എങ്കൻ പെരുമാൻ.
എൻ്റെ ഭഗവാനെ നിനക്കറിയാമോ, എൻ്റെ ഭഗവാന്റെ പാദം എവിടെ ഇരിക്കണമെന്ന് പറയുമ്പോൾ പാതാളത്തിനേക്കാളും കീഴിലിരിക്കണോ അത്രയും. കാണാൻ കൂടെ കഴിയില്ല ആ പാദം. ആ പാദം എവിടെ ഇരിക്കണു? ഹൃദയത്തിലിരിക്കണു. പാദോസ്യ വിശ്വഭൂതാനി ത്രിപാതസ്യാമൃതം ധിവി. പാദോസ്യ വിശ്വഭൂതാനി ത്രിപാതം. ത്രിപാതം എന്ന് പറഞ്ഞാൽ 3 പാദം എവിടെ ഇരിക്കണു? 3/4 ഭാഗവും അമൃതത്വത്തിലിരിക്കണം. അതായത് ഈ മൃത്യു എന്ന് പറയണ ഈ ജാഗ്രതത്തിൽ അതൊന്നും ഇല്ല, ഉള്ളത് അമൃതത്വത്തിലാണ് ഇരിക്കുന്നത്. ആ അമൃതത്വമോ അനുഭവമാണ്, ശാന്തിയാണ്. അപ്പൊ കുയിലിനെ പറഞ്ഞു വിടണു. ആ കുയിൽ ചോദിച്ചു, ഞാൻ ഈ ദൂത് പോയാ എനിക്ക് എന്താ പ്രത്യുപകാരം? അല്ലെ, മനസ്സ് എന്തെങ്കിലും ഒരു ആഗ്രഹം വെച്ചിട്ടാണല്ലോ മനസ്സ് ഏതിൻ്റെങ്കിലും പിന്നാലെ ഓടണത്. അല്ലെ, ചുമ്മാ മനസ്സ് പോയി ഏതോ ഗീതാ പാരായണം നടക്കണോ, പോയി അവിടെ ഇരിക്കാമെന്ന് മനസ്സ് ചിന്തിക്കണേ ഇല്ല. കാരണം എന്താ, അവിടെ പോയാൽ ചിലപ്പോൾ ഉപ്പുമാവോ എന്തെങ്കിലും ചായയോ എന്തെങ്കിലും കിട്ടിയാലല്ലാതെ വേറൊന്നും കിട്ടില്ല എന്നറിയാം. അല്ലേ, എപ്പോൾ മനസ്സിന് അതിൻ്റെ ഫലത്തെ പറഞ്ഞു കൊടുത്താൽ മനസ്സ് നിൽക്കുമോ? ഇല്ലേ, ഗീതയിലൂടെ നമുക്ക് എന്ത് തരണു? ഗീത അമൃതം മഹത്ത്. ഗീത എന്ത് ചെയ്യണു? നമുക്ക് അമൃതത്വത്തെ തരണു എന്നാണ് ധ്യാന ശ്ലോകത്തിൽ പറയണത്. അപ്പൊ ആ അമൃതത്വത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണു. ഈ കുയിലിൻ്റെ അടുത്ത് മാണിക്യവാചകർ സ്വാമി പറയാണ്, നിനക്ക് പ്രത്യുപകാരമായിട്ട് ഞാൻ ചെയ്യാൻ പോണത് തിരുവാചകത്തിന് ഒരു തങ്ക കിണ്ണത്തിൽ തിരുവാചകമാകുന്ന തേൻ നിനക്ക് ഞാൻ കയ്യാലെ ഊട്ടിത്തരും എന്ന് പറഞ്ഞു. അതായത് തിരുവാചകത്തുക്ക് ഉരുകാതവൻ ഒരു വാചകത്തുക്കും ഉരുകാത്. തിരുവാചകം എന്ത് ചെയ്യണമെന്ന് വെച്ചാ കല്ലൈ പിസൈന്തു വിടും. ഒരു കല്ലിനെ കൂടെ പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിക്ക് ആക്കും. ആര്? തിരുവാചകം സാക്ഷാത് പരമേശ്വരൻ തന്നെയാണ്. തിരുവാചകത്തിൻ്റെ അർത്ഥം മാണിക്യവാചകർത്ത് ചോദിച്ചപ്പോൾ മാണിക്യവാചകർ പറഞ്ഞു, ഇതുക്ക് ഉരു ഇവനെ. ഭഗവാനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇതിൻ്റെ അർത്ഥം ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ആ ഭഗവാൻ എന്താ? സിദ്ധ സംസേവിതാംക്രീം. സിദ്ധന്മാർ ആശ്രയിച്ചിരിക്കണം. അല്ലേ, ഏതദാ ആലംബനം, ഏതദാലംബനം ശ്രേഷ്ഠം. ശ്രേഷ്ഠമായ ഒരു ആലംബമായിട്ട് സിദ്ധന്മാരും ഒക്കെ ഇരിക്കണു, യോഗീശ്വരന്മാരൊക്കെ ഇരിക്കണു. ഏതദാലംബനം പരം, അത് പരമമായ ആലംബനമാണ്. ഏതദാലംബനം ജ്ഞാത്വ, അവർ പരമമായ ആലംബനത്തെ അറിഞ്ഞിരിക്കണു സിദ്ധന്മാർ, അതുകൊണ്ട് ആശ്രയിച്ചിരിക്കുന്നു. ബ്രഹ്മലോകേ മഹീയതേ, അവർ ബ്രഹ്മലോകത്തിൽ തന്നെ ഇരിക്കണു അത്രേ. അപ്പൊ ബ്രഹ്മലോകത്തിൽ ആരാ? ബ്രഹ്മാണ്ഡ വ്യാപ്തദേഹാഹ. ഭഗവാൻ ബ്രഹ്മാണ്ഡം മുഴുവൻ വ്യാപിച്ചു കിടക്കണ ശരീരമായിട്ടിരിക്കണു. ആ ഭഗവാനെ സിദ്ധന്മാർ ആശ്രയിച്ചിരിക്കണു. എന്തിനു വേണ്ടിയാ ആശ്രയിച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ ശം കരോതി ഇതി ശങ്കരഃ. ആരാണോ വാസ്തവത്തിൽ നമുക്ക് ശാന്തി തരണത്, ആ ശാന്തി തരണ വസ്തുവിനെ ആശ്രയിച്ചിരിക്കുന്നു. ആ ശാന്തി തരണത് സാക്ഷാത് പരമേശ്വരൻ തന്നെയാണ്. ആ പരമേശ്വരനെ ശംഭോ മഹാദേവ ദേവ, ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ, ശംഭോ മഹാദേവ ദേവ. ആ ഭഗവാന്റെ സ്വരൂപം എന്താ? നിത്യം ചിദാനന്ദരൂപം. ഉപനിഷത്ത് മന്ത്രത്തെ അതുപോലെ പാട്ടുപോലെ നമുക്ക് ഊട്ടിയിരിക്കണം ഇവിടെ അപ്പയ്യ ദീക്ഷിതർ. ഉപനിഷത്തിൽ എന്തു പറയണമെന്ന് വെച്ചാൽ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ. ഭഗവാന്റെ ഒരു നാമത്തെ ഭഗവാനെ വിളിച്ചിരിക്കണം. നിത്യം സത്യം, ഋതഗും സത്യം പരം ബ്രഹ്മം, പുരുഷം കൃഷ്ണ പിങ്കലം, ഊർധ്വരേതം വിരൂപാക്ഷം, വിശ്വരൂപായ വൈ നമഃ. ഭഗവാന്റെ ഒരു നാമം സത്യമാണ്. സത്യം എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും മാറാത്തത്, ഒരു കാലത്തും പരിണമിക്കാത്തത്. രമണ മഹർഷിയുടെ അടുത്ത് ഒരാൾ ചോദിച്ചു, എവല്യൂഷനെ അംഗീകരിക്കണുണ്ടോ എന്ന് ചോദിച്ചു. മഹർഷിയുടെ അടുത്ത് ചോദിച്ചു, എവല്യൂഷൻ അംഗീകരിക്കണുണ്ടോ, ഈ പരിണാമ സിദ്ധാന്തം അംഗീകരിക്കണുണ്ടോ ഭഗവാനെന്ന് ചോദിച്ചപ്പോൾ ഭഗവാന്റെ മറുപടി, ഞാൻ ഈ സൃഷ്ടിയുടെ തത്വം കൂടെയും ഞാൻ ഉണ്ടെന്ന് കരുതണില്ല എന്ന് പറഞ്ഞു. ക്രിയേഷനെ കൂടെ ഞാൻ ഉണ്ടെന്ന് കരുതണില്ല, പിന്നെ എങ്ങനെ ഞാൻ എവല്യൂഷനെ പറ്റി പറയും? ദർ ഇസ് നോ ക്രിയേഷൻ, പിന്നെ എങ്ങനെ അവിടെ ഒരു എവല്യൂഷൻ ഉണ്ടാവും ചോദിച്ചു അല്ലേ. പക്ഷെ ഇത് ഇവോൾവ് ആവാത്ത പൊരുളാണുള്ളത്. ഉള്ള പൊരുൾ അത് ഇവോൾവ് ആവണതുമില്ല. ന ഉത്പാദ്യതേ ന ആപ്യതേ ന സംസ്കാര്യതേ ന വികാര്യതേ ന കർത്തൃഭോക്തൃരൂപം വാ. ആത്മാവിൻ്റെ ലക്ഷണത്തെ
ശങ്കരാചാര്യർ പറഞ്ഞു കൊടുത്തു, ന ഉത്പാദ്യതേ, അതിന് ഉത്പാദിപ്പിക്കാൻ പറ്റില്ല, ന ആപ്യതേ, അതിനെ പോയി അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. അറ്റൈൻ മുക്തി എന്ന് പറയാൻ അറ്റൈൻ ചെയ്ത ഒരാളില്ല. അറ്റൈൻ ശാന്തി എന്ന് പറഞ്ഞാൽ ശാന്തി മാത്രം നമ്മുടെ സ്വരൂപമാണ്, ശാന്തി അനുഭവിച്ച ആളില്ല. ന സംസ്കാര്യത്തെ ന വികാര്യത്തെ, അതിനെ സംസ്കരിച്ച് ഇല്ലാതാക്കാൻ പറ്റില്ല, മാറ്റിമറിക്കാൻ പറ്റില്ല. ന കർത്തൃഭോക്തൃ രൂപം വാ, അത് കർമ്മം ചെയ്ത് കിട്ടുമെന്ന് പലരും വിചാരിച്ചിരിക്കുന്നു അല്ലേ. എന്താ ഈ ആത്മജ്ഞാനം കിട്ടാൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും എല്ലാവരുടെ അടുത്തും പോയി. അപ്പം ഏതോ ഒരു മന്ത്രാക്ഷരം, മിക്കവാറുമുള്ള ഗുരുക്കന്മാരെല്ലാം ഒരു മന്ത്രത്തിന് ആലംബമായിട്ട് കൊടുക്കും. ഒരു നമശിവായ, ഒരു പഞ്ചാക്ഷരത്തെ കൊടുക്കും, ഒരു അഷ്ടാക്ഷരത്തിനെ കൊടുക്കും, ഒരു ഗായത്രി ജപത്തിനെ കൊടുക്കും. പക്ഷേ നമ്മൾ കരുതും ഈ ഗായത്രി ജപമാണ് നമുക്ക് മുക്തിക്ക് കാരണം എന്ന് വിചാരിക്കും. പക്ഷേ ഗായത്രി ജപത്തിൻ്റെ അൾട്ടിമേറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ചിത്തശുദ്ധി. മന്ത്രോപാസനയുടെ അൾട്ടിമേറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ചിത്തശുദ്ധി. പക്ഷേ ശുദ്ധമായ ചിത്തം ആത്മാവിനെ ഒരു സദ്ഗുരു കാണിച്ചു തരുമ്പോഴും അത് അതായിട്ട് തന്നെ ഇരുന്ന് പഠിക്കാൻ പറ്റണം. അവിടെ ഡൗട്ടേ വരില്ല, ഹൃദയഗ്രന്ഥി അവിടെ ഭേദിക്കും. അപ്പോൾ ഭഗവാന്റെ രൂപം നിത്യം ആണ്. സത്യം എന്ന് പറഞ്ഞ വാക്കിന് നിത്യം എന്നർത്ഥമുണ്ട്. സത്യം മാറാത്തത് എന്നർത്ഥം, ഒരു കാലത്തും ഇല്ലാതാവാത്തത് എന്നർത്ഥം, രണ്ടില്ലാത്തത് എന്നർത്ഥം. ശങ്കരാചാര്യർ 3 സത്യത്തെ നമുക്ക് ഉപദേശിച്ചു. ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് പ്രാതിഭാസികമായ സത്യം, ഒന്ന് വ്യാവഹാരികമായ സത്യം, ഒന്ന് പാരമാർത്ഥികമായ സത്യം. വ്യാവഹാരികമായി നോക്കുമ്പോൾ പ്രാതിഭാസികം കള്ളമായി മാറും, വ്യാവഹാരികം പാരമാർത്ഥത്തോടുകൂടി നോക്കുമ്പോൾ പാരമാർത്ഥികം സത്യവും വ്യാവഹാരികം കള്ളവുമായി മാറും. കാരണം ഒന്നിനോട് ഉപമിക്കുമ്പോഴും ഒന്ന് കള്ളമായി മാറും. പരമാർത്ഥത്തിന് ഉപരി ഒരു സത്യം വേറെയില്ല. സത്യസ്യ സത്യം ഋതസത്യനേത്രം, ഭാഗവതമേ പറയുന്നു. സത്യസ്യ സത്യം, അതിനുപരി ഒരു സത്യമേ ഇല്ല. ഈ ജാഗ്രത്തിനെ നമ്മൾ സത്യമായി കരുതണുണ്ടല്ലോ, ഈ ജാഗ്രത്തിനെ സത്യമാക്കിയ ഒരു പൊരുൾ ഉള്ളിൽ ഇരിപ്പുണ്ട്. ആ പൊരുളിനെ അറിഞ്ഞാൽ സത്യത്തിനെ അറിഞ്ഞു എന്നാണ്. അപ്പൊ പ്രാതിഭാസികമായ സത്യത്തിനെ നമ്മൾ തള്ളിക്കളയണം. എന്താ പ്രാതിഭാസികമായ സത്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ വീടിൻ്റെ തൊട്ട് 10 വീട് അപ്പുറത്ത് നിങ്ങളെക്കുറിച്ച് ആരോ ഇങ്ങനെ മോശം പറഞ്ഞു എന്ന് ആരോ വന്ന് പറഞ്ഞു എന്ന് വെച്ചോളാം. അതുകൊണ്ട് അതിനെ അങ്ങോട്ട് വിട്ടുകളയുക. അത് പ്രാതിഭാസികം, ചിലപ്പോൾ അത് സത്യമേ ആയിരിക്കില്ല. ഒരു കഥ പറയും. എന്ന് വെച്ചാൽ ഒരു 2 ശിഷ്യന്മാരെ ഒരു ഗുരു ഹിമാലയത്തിലേക്ക് കൊണ്ടുപോയി. അന്ന് ഈ ഫോൺ സംവിധാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് 2 ബ്രഹ്മചാരികളെ കൊണ്ടുപോയി. അവിടുത്തെ കൊടും തണുപ്പിൽ ഒരു ബ്രഹ്മചാരി വഴിയിൽ വെച്ച് മരിച്ചുപോയി. അപ്പോൾ ഇതവരുടെ വീട്ടിൽ അറിയിക്കാൻ ഉള്ള നിവൃത്തിയൊന്നുമില്ല. അന്ന് ടെലിഫോൺ സർവീസോ വാട്സാപ്പ് സർവീസോ ഒന്നുമില്ല. ഒരാൾ അവിടെ വന്നപ്പോൾ ഇവരുടെ വീട്ടിൽ പറയാൻ വിട്ടു. എന്ന് വെച്ചാൽ ഒരാൾ സുഖമായി ഇരിക്കണമെന്ന് അയാളുടെ വീട്ടിൽ അറിയിച്ചോളുക, മറ്റേ ആൾ മരണപ്പെട്ടു എന്ന് അറിയിച്ചോളുക എന്ന് പറഞ്ഞു. ഇദ്ദേഹം എന്ത് ചെയ്തു? ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി നാട്ടിലേക്ക് പോയി. വാസ്തവത്തിൽ മരണം സംഭവിച്ച കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് നിങ്ങളെ കുട്ടി നല്ല സുഖമായിട്ടിരിക്കണമെന്ന് പറഞ്ഞു. മറ്റേ വീട്ടിൽ സുഖമായിട്ടിരുന്ന കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് പറഞ്ഞിരിക്കണു നിങ്ങളെ കുട്ടി മരിച്ചു പോയി എന്ന് പറഞ്ഞിരിക്കണു. വാസ്തവത്തിൽ നടന്നത് എന്താ ഇല്ലേ? സുഖമായിട്ടിരിക്കണ വീട്ടിലെ ആൾക്കാർ മുഴുവൻ ദുഃഖിക്കണു, മരിച്ചുപോയ ആ കുട്ടിയുടെ ആൾക്കാർ മുഴുവൻ സന്തോഷിക്കണു. നമുക്ക് വാസ്തവത്തിൽ നടന്നതെന്താ? പക്ഷെ പ്രാതിഭാസികം, അത് നടന്നതുപോലെ ഭാസിക്കണു, പ്രകാശിക്കണു. അപ്പൊ ഈ പ്രാതിഭാസികത്തെ കേൾക്ക കൂടെ വേണ്ടാന്ന് ശങ്കരാചാര്യർ പറഞ്ഞു. അത് നമ്മുടെ ദിനചര്യയിലോ നമ്മുടെ അടുത്തുകൂടെ വച്ചിരിക്കരുതെന്ന് പറഞ്ഞു. ഈ വ്യാവഹാരികം, അച്ഛൻ, അമ്മ, മാതാ, പിത, ഗുരു, ദൈവം എന്നുള്ളൊരു വ്യാവഹാരികമായ സത്യം, തൊഴിൽ, സ്ഥാനം, എല്ലാം വ്യവഹാര തലത്തിലുള്ള എല്ലാം വ്യാവഹാരികമായ സത്യം. യക്ഷി, കിന്നരൻ, പ്രേതം, ബാധ, ഭൂതം, എന്തൊക്കെയോ പറയണല്ലോ, ജ്യോതിഷം, എല്ലാം ഈ ജഗത്ത് മുഴുവൻ എന്താ? വ്യാവഹാരികമായിട്ടുള്ള സത്യമാണ്. ആ വ്യാവഹാരികമായ സത്യം ഒരളവിൽ നമുക്ക് ആവശ്യമാണ് ഇല്ലേ? അച്ഛനെ കയറി എടാന്ന് വിളിക്കാൻ പറ്റില്ല, ഗുരുവിനെ കയറി പേര് വിളിക്കാൻ പാടില്ല. അപ്പൊ വ്യാവഹാരികമായ തലത്തിൽ നമ്മൾ ജീവിക്കണം. എങ്ങനെ ജീവിക്കണം? പാരമാർത്ഥികമായ സത്യം എന്താ? മാതാ അമാതാ ഭവതി, പിത അപിതാ ഭവതി, പുത്ര അപുത്ര ഭവതി. ശങ്കരാചാര്യരെ പാടി മാതാ നാസ്തി പിതാ നാസ്തി നാസ്തു ബന്ധു സഹോദരഃ അർത്ഥം നാസ്തി ഭയം നാസ്തി തസ്മാത് ജാഗ്രത ജാഗ്രത. മാതാ നാസ്തി, ഇവിടെ ആർക്ക്? എവിടെ മാതാവ് അല്ലേ? വിശ്വമേ മാതാവ്. പിതാ നാസ്തി, ആരുടെ പിതാവ് അല്ലേ? കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ എവിടെ പോയി പിതാവ്? എവിടെ പോയി കുട്ടി? എവിടെ പോയി ഭാര്യ
നല്ല ഡീപ്പ് സ്ലീപ്പിൽ ആരുമേ ഇല്ല, സ്വയമേവ തനിയാകെ ഇരുന്നിട്ട് ശാന്തമായിരിക്കണം. പുത്ര അപുത്ര ഭവതി, പുത്രനും പോവും. അപ്പോൾ വേദമാണ് മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞത്. അതേ വേദം തന്നെയാണ് മാതാ അമാതാ ഭവതി, പിതാ അപിതാ ഭവതി, പുത്ര അപുത്ര ഭവതി എന്ന് പറഞ്ഞത്. അർത്ഥത്തോടുകൂടി, അതിൻ്റെ ലക്ഷ്യാർത്ഥത്തോടുകൂടി വേദത്തിനെ ഗ്രഹിച്ചവൻ പൂർണ്ണ വേദധ്യാനം ചെയ്തില്ലെങ്കിൽ കൂടെയും അവൻ വേദത്തിൻ്റെ പൊരുളിനെ അറിഞ്ഞു കഴിഞ്ഞാൽ മാതാ അമാതാ ഭവതി, പിതാ അപിതാ ഭവതി, ഇവിടെ ഒന്നുമേ ഇല്ല, ഉള്ളത് ഒരേ ഒരു വസ്തു. യദൂർണനാഭികീ സൃജതേ ഗൃഹദേവാ. ഉപനിഷത്ത് പറയണു, ഒരു ചെലന്തി തൻ്റെ ഉള്ളിൽ നിന്ന് വലയെ വിടണത് പോലെ, അതേ വലയെ തിരിച്ചു വലിക്കണത് പോലെ പൃഥിവ്യാമോഷധയ സംഭവദേഹ വിശ്വം. ഈ പൃഥിവി, ഓഷധി, വനസ്പതികളെല്ലാം സംഭവിച്ചിരിക്കണു. ഇതേ സ്ഥലത്ത് പോയി അതൊക്കെ ലയിക്കണമുണ്ടെന്ന്. അപ്പോൾ ഈ പാരമാർത്ഥികമായ സത്യത്തിനെ ഉള്ളിൽ വെച്ചുകൊണ്ട് വ്യവഹാരം ചെയ്ത സത്യാത്മബോധം എന്ന് നിൽക്കും. ആ സത്യം എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു നാമമായിട്ട് ഇവിടെ അഭയദീക്ഷിതർ പറഞ്ഞു. പിന്നെന്താ? ചിദാനന്തരൂപം. സത്ത്, ചിത്ത്, ആനന്ദം. സത്യം, ചിത്ത് എന്ന് പറഞ്ഞാൽ പ്യുവർ കോൺഷ്യസ്നെസ്, അറിവ്, ബോധം. ഇവിടെ തന്നെ ബാലകൃഷ്ണൻ നായർ സാറ് എത്രയോ കാലം ഇവിടെ ഇരുന്നിട്ട് ബോധം മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് പറഞ്ഞു. ബോധം എന്ന് പറഞ്ഞാൽ പ്യുവർ കോൺഷ്യസ്നെസ്. പ്രതിബോധ വിദിതം മതം അമൃതത്വം ഹി വിന്തത്തെ. പ്രതിബോധം, ബോധം, ബോധം, പ്രതിവിദിതം. ഓരോ ബോധത്തിൻ്റെ പിന്നാലെയും അല്ലെ, അനസ്തേഷ്യ കൊടുത്ത ചില വയറ്റിലൊക്കെ സർജറി ചെയ്താൽ കൂടെ നമുക്ക് നോക്കിക്കൊണ്ടേയിരിക്കാം, വേദനയെ അനുഭവപ്പെടില്ല. എന്താണെന്ന് വെച്ചാൽ ശരീരത്തിലല്ലേ നടക്കുന്നത്. എൻ്റെ ശരീരത്തിലാണെങ്കിൽ വേദനിക്കണ്ടേ? പക്ഷേ ഒരു അനസ്തേഷ്യയ്ക്ക് ശരീരത്തിൻ്റെ വേദന ഇല്ലാതാക്കാൻ പറ്റുമെങ്കിൽ ആത്മാവായിട്ടിരുന്ന ശരീരത്തിന് എന്ത് വേദന വന്നാൽ എന്താ അല്ലേ? ചിത്ത് എന്ന് പറഞ്ഞാൽ ആ ബോധസ്വരൂപമാണ് ഭഗവാൻ. കിമപി സതതബോധം കേവലാനന്തരൂപം നിരുപമമതിവേലം നിത്യമുക്തം നിരീഹം നിരവധി ഗഗനാഭം നിഷ്കലം നിത്യമുക്തം യതി കലയതി വിദ്വാൻ ബ്രഹ്മപൂർണോ സമാധ്. ബ്രഹ്മപൂർണോ സമാധോ. വിവേക ചൂടാമണിന് ശങ്കരാചാര്യർ പറഞ്ഞു കിമപി സതതബോധം. ഇതേതാ ബോധം? സതതബോധം, നിത്യനിരന്തരമായിട്ടുള്ള സത്വസ്തുവിനെ കുറിച്ച് സത്തിൻ്റെ അതേ ബോധം, സത്ബോധം. കേവല ആനന്ദരൂപം. അതെങ്ങനെയായിരിക്കണം? ആ ബോധം എന്ന് പറയുന്നത് ആനന്ദമാണ്. നിരുപമം അതിവേലം. അതിനെ ഉപമിക്കാൻ ഈ ജഗത്തിൽ ഒരു വസ്തുവുമേ ഇല്ല അല്ലേ? എൻ്റെ അനുഭവത്തെ ഉപമിക്കാൻ ഒരു വസ്തു, എൻ്റെ അനുഭവമല്ലാതെ വേറൊരു അനുഭവമില്ല. എൻ്റെ ശരീരത്തിനെ ഉപമിക്കാം അല്ലേ? അയാളെ പോലെ ഇരിക്കണു, ഇയാളെ പോലെ ഇരിക്കണു പറയാം. ഈ ഷർട്ട് 10 പേർക്ക് ഉണ്ടെങ്കിൽ എൻ്റെ ഷർട്ട് അയാൾ ഇട്ടിരിക്കണു എന്ന് പറയാം. എൻ്റെ ബോധം, എൻ്റെ ആ അനുഭവം, ഇതോ അയാൾക്ക് എൻ്റെ അതേ അനുഭവം. ഏതോ അനുഭവം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയാതെ നമ്മൾ പറയണമെന്നല്ലാതെ അനുഭവം അവനവൻ്റെ സ്വരൂപമാണ്. ആ സ്വരൂപമോ പലതല്ല, ഏകമാണ്. അനേകമില്ല, ഏകമാണ്. അഹമഹമെന്നരുളുന്നതൊക്കെ ആരായുകിൽ അഹമേ അതനേകമല്ലത് ഏകമാകും. മുപ്പാഴും താണ്ടി വந்த അപ്പാരെ நின்றவர்க்கு ഈ പാർവൈ கிடையாது അപ്പൻ നടനം ആടുവാ താളം പോടുവാ. മുപ്പാറും താണ്ടി വന്ന്, മുപ്പാഴും താണ്ടി വന്ന്. 3 പാഴ്. ജാഗ്രത് ഒരു പാഴ്, സുഷുപ്തി ഒരു പാഴ്, സ്വപ്നം ഒരു പാഴ്. ഈ 3 പാഴും താണ്ടി വന്ന് അപ്പാരെ നിன்றവർക്ക്, എവിടെയോ പോയി നിന്നവർക്ക് ഈ പാർവയ്ക്കിടയാത്. ഭഗവാന്റെ പാർവയില്ല, ഭഗവാനെ കാണാൻ പറ്റില്ല. ഭഗവാനെ കാണണമെങ്കിൽ ചിത്തം ശുദ്ധിയായ ചിത്തത്തിൽ അനുഭവരൂപത്തിൽ ഭഗവാൻ വരണം. ആ അനുഭവം ഞാൻ ഉണ്ട് എന്നുള്ളൊരു അനുഭവം, അതിനെയാണ് ചിത്ത് എന്ന് പറയണത്. അറിവില്ല എന്ന് ഒരാൾ പറയണമെങ്കിൽ കൂടെയും അറിഞ്ഞില്ല എന്ന് പറഞ്ഞവൻ ആരാ? എനിക്കൊന്നും അറിയില്ല എന്ന് ഞാൻ അറിഞ്ഞില്ലേ, അതൊരു അറിവല്ലേ? അപ്പം എങ്ങനെ നമ്മൾ അറിവില്ലാത്തവനാവും? അറിവേ എൻ്റെ സ്വരൂപം. ആത്മാവിൻ്റെ സ്വരൂപം അറിവാണ്. അത് അറിയില്ല എന്ന് പറയണതും അത് തന്നെയാണ്. കേനോപനിഷത്തിൽ അങ്ങനെ തന്നെ ഒരു മന്ത്രമുണ്ട്. അറിഞ്ഞവർ ഇത് അറിയുന്നു എന്ന് അറിയണവർ അറിയുന്നില്ല, ഇത് അറിഞ്ഞില്ല എന്ന് പറയണവൻ അറിയണുണ്ട്. വളരെ കൺഫ്യൂഷൻ ഏറണ, ഒരു കോൺട്രഡിക്ഷൻ ഏറണ ഒരു
ഒരു മന്ത്രമാണ് അത് മന്ത്രം. പക്ഷെ വാസ്തവത്തിൽ അറിഞ്ഞില്ല എന്ന് അറിയണല്ലോ, ആ അറിവേ സ്വരൂപമാണ്. പ്രതിബോധ വിദിതം മതം അമൃതത്വം ഹി വിന്തത്തെ. ബോധം ബോധം പ്രതിവിദിതം. ഓരോ ബോധത്തിൻ്റെയും ഇടയിലും, ഓരോ വിച്ഛുത്തിയുടെ ഇടയിലും, ഓരോ മനസ്സിൻ്റെ വികല്പത്തിൻ്റെ ഇടയിലും ഒരു വിശ്രാന്തി വരും, ഒരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പിനെ അറിഞ്ഞാൽ അമൃതത്വം ഹി വിന്തത്തെ. ആത്മനാ വിന്തതേ വീര്യം വിദ്യയാ വിന്തതേ അമൃതം. ആത്മാവിൽ നിന്നാണ് വീര്യം വരണത്. ആ വീര്യം എങ്ങനെ അറിയാൻ പറ്റും? ആത്മാവിനെ എങ്ങനെ അറിയാൻ പറ്റും? വിദ്യ കൊണ്ട് അറിയാൻ പറ്റും. ആ വിദ്യ എന്താണ്? അറിവേ സ്വരൂപം. വെറുതെ ഞാൻ ഉണ്ട് എന്നൊരു അറിവ് മാത്രം നമുക്ക് ഈ കാണുന്ന ലോകത്തിൽ എന്ത് പരിവർത്തനം തരും? ഞാൻ ഉണ്ട് എന്നൊരു അനുഭവം ആനന്ദത്തെ തരും. സത്യം, ജ്ഞാനം, അനന്തം ബ്രഹ്മ. എന്നെ അറിഞ്ഞാൽ അത് ആനന്ദത്തിലേക്ക് പോകും. ഒരു സന്യാസി ഒരിടത്ത് പ്രഭാഷണത്തിന് പോയി. അദ്ദേഹം എപ്പോൾ പ്രഭാഷണത്തിന് പോയാലും എല്ലാ പ്രഭാഷണത്തിലും നമുക്കറിയാം വയസ്സായ കുറേ ആൾക്കാർ നിരന്നിരിക്കും. ഈ സന്യാസി ഒരു നാൾ പോയപ്പോൾ എല്ലാവരും നല്ല ചെറുപ്പക്കാരായിട്ടിരിക്കണം. ഇദ്ദേഹത്തിന് സ്വാമി വിവേകാനന്ദനായൊരു ഭാവം വന്നു. എല്ലാ 100 ചെറുപ്പക്കാരെ തരൂ, ഇല്ല ഞാൻ ഈ ഇവിടെ രക്തം തരൂ എന്നൊക്കെ പറഞ്ഞതുപോലെ 100 ചെറുപ്പക്കാരിരിക്കണമല്ലോ എന്ന് പറഞ്ഞ് ആനന്ദത്തിൽ അങ്ങോട്ട് പ്രസംഗമൊക്കെ നടത്തി, പ്രഭാഷണമൊക്കെ നടത്തി. ഈ പരിപാടി കഴിഞ്ഞ് നോക്കിയപ്പോൾ നടക്കാൻ വയ്യ, വടികുത്തി നടക്കണു. എന്താന്ന് വെച്ചാൽ എല്ലാം ഡൈ അടിച്ച് മേക്കപ്പ് അടിച്ച് ചെറുപ്പക്കാരെ പോലെ വേഷം കെട്ടിയിരിക്കുകയാണ്. പക്ഷെ പ്രാണൻ അനുവദിക്കണില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അന്നത്തെ നമ്മൾ ഔഷധമായിട്ട് കഴിക്കാത്തത് കൊണ്ട് നമുക്ക് മരുന്ന് ഒരുപാട് അന്നം പോലെ കഴിക്കേണ്ടി വരണം. അതുകൊണ്ട് അന്നം ഔഷധമാണ്. അപ്പൊ പ്രാണൻ ഭൂതാനാം ആയുഹു, പ്രാണനാണ് എല്ലാം. ഉപാസന എല്ലാം പ്രാണനാണ്. ഈ പ്രാണൻ നമുക്ക് എന്ത് തരും? മനസ്സിൻ്റെ സങ്കല്പമൊക്കെ തരും നമുക്ക്. ആ മനസ്സുകൊണ്ടാണ് നമ്മൾ ഈ ആനന്ദത്തെ പതുക്കെ പതുക്കെ അറിയണത്. ഈ മനസ്സാണ് ഈ ആനന്ദത്തിനെ നുകരണ ഒരു വണ്ട്. പക്ഷെ പൂർണ്ണമായിട്ട് നമ്മൾ ആ ആനന്ദത്തിൽ ചാടുകയില്ല. സ്വാമി വിവേകാനന്ദൻ്റെ അടുത്ത് രാമകൃഷ്ണദേവൻ ചോദിച്ചു, ഒരു വലിയൊരു പാത്രത്തിൽ നിറച്ച് ഒരു കുളം, വലിയൊരു കുളം നിറച്ച് തേൻ ഇരിക്കണു, നീ ഒരു വണ്ട് എന്ന് വിചാരിച്ചുള്ള, നീ എന്ത് ചെയ്യുന്നു വെച്ചാൽ. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, ആ കുളത്തിൻ്റെ വക്കിലിരുന്നിട്ട് ഞാൻ ആ തേൻ നുകർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ രാമകൃഷ്ണൻ ദേവന്, വിഡ്ഢി, അത് അമൃതമാണ്, അതിലേക്ക് ചാടരുതോ എന്ന് ചോദിച്ചു. അതിലേക്കെടുത്ത് ചാടരുതോ എന്ന് ചോദിച്ചു. എന്ന് വെച്ചാൽ അമൃതത്വത്തിലേക്ക് വീണില്ലാതാവണം. എപ്പോ? അപ്രാപ്യ മനസാ സഹ ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ. ആനന്ദം ബ്രഹ്മത്തിൻ്റെ സ്വരൂപമാണ്. അതിന്ന് നുകർന്ന് 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 അതായി തീരും മനസ്സ്. ആനന്ദം പതുക്കെ 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 നുകർന്ന് നുകർന്ന് മനസ്സ് എന്ത് ചെയ്യുന്നു? ഈ ആനന്ദത്തിൽ വീണ് ആത്മഹത്യ ചെയ്യണു. ഓം ഷാപ്പാട് ഉന്നൈ ശാന്ത ഉണവായായി ശാന്തമായി പോവൻ അരുണാചല. കുറച്ചു നേരം ഈ മനസ്സിൽ ഭഗവാനെ ഞാൻ പതുക്കെ പതുക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കും. ഭഗവാൻ എന്ത് ചെയ്തു? നമ്മളെ പിടിച്ച് വിഴുങ്ങുന്നു. വിഴുങ്ങിയപ്പോൾ എന്താ? ശാന്തമായി പോവേൻ അരുണാചല. ഞാൻ ശാന്തമായി പോയി, ഫുൾ ശാന്തിയിലേക്ക് പോയി ഞാൻ, അല്ലേ? അപ്പൊ ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ. ആനന്ദം ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ്. അതിനെന്ത് വേണം? തത് വിജ്ഞാനാർത്ഥം, വിജ്ഞാനം വേണം. അതിന് വിജ്ഞാനമയ കോശം പറഞ്ഞു കൊടുത്തു. കോശം എന്ന് പറഞ്ഞാൽ തന്നെ ലിമിറ്റഡ് എന്നർത്ഥം, ചെറുത് എന്നർത്ഥം. വിജ്ഞാനമയ കോശത്തിൽ എന്താ പറഞ്ഞിരിക്കണം? യജ്ഞം തനുതേ വിജ്ഞാനം, യജ്ഞം തനുതേ കർമാണി തനുതേ പിച്ച. കർമ്മം ചെയ്യാം. എന്താ കർമ്മം? നിസ്വാർത്ഥമായിട്ടുള്ള കർമ്മം. എന്താ നിസ്വാർത്ഥമായി ചെയ്യേണ്ട കർമ്മം എന്ന് പറഞ്ഞാൽ ഭഗവത് നാമജപം. വേറെ ഏത് കർമ്മവും നമുക്ക് ഒരു സ്വാർത്ഥതയെ തരും, അല്ലേ? ഒരു പൂജ ചെയ്താൽ ഞാൻ നല്ല പൂജകൻ എന്നൊരു ഫീൽ വരും. ഒരു ഇഡ്ഡലി ഉണ്ടാക്കി കൊടുത്ത ആൾക്കാർക്ക് ഇഷ്ടമായി എന്ന് വെച്ചോ ഞാൻ നല്ലൊരു കുക്കാണെന്നൊരു അഭിമാനം വരും, അല്ലെ? നല്ലപോലെ പാരായണം ചെയ്യണമെന്ന് പറഞ്ഞാൽ അതൊരു അഭിമാനം വരും. പക്ഷേ ആരുമേ അറിയാതെ ഉള്ളില് ഭഗവത് നാമ ഏകതത്വനാമ ദൃഢധരീ മന, ആ മനസ്സിനെ ദൃഢീകരിക്കുന്നതായിട്ടുള്ള ഒരു മന്ത്രത്തിനെ ഉള്ളിലിട്ട് പശു അയവരട്ടുന്നത് പോലെ ചെയ്തുകൊണ്ടിരുന്ന എന്തോ പതുക്കെ പതുക്കെ നമ്മൾ ആനന്ദത്തെ അറിയും. ആ വിജ്ഞാനത്തിലൂടെ, കർമ്മത്തിലൂടെ, യജ്ഞത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തസ്യ പ്രിയമേവ ശിരഃ, പ്രിയത്തെ അറിയണു. ഈ ലോകം മുഴുവൻ വിശ്വാമിത്രനായി മാറണു. വിശ്വം മുഴുവൻ നമുക്ക് മിത്രങ്ങളായി മാറണം. അതാണ് വിശ്വാമിത്രൻ.
അതൊരു മഹർഷി നമുക്ക് എത്താൻ പറ്റാത്ത ദൂരത്ത് നിൽക്കണമെന്നൊന്നും കരുതണ്ട. വിശ്വാമിത്രൻ എന്ന വാക്കിനർത്ഥം വിശ്വൻ മുഴുവൻ നമുക്കും മിത്രമാണ്. എങ്കിൽ പിന്നെ പേടിക്കണോ? ആരെങ്കിലും സുഹൃത്തുക്കളെ പേടിക്കോ? ഇല്ല. എന്താന്ന് വെച്ചാൽ വിശ്വം മുഴുവൻ എനിക്ക് സുഹൃത്തായി തീർന്നാൽ, സർവഭൂതങ്ങളും എനിക്ക് സുഹൃത്തായി ചെയ്താൽ വന്നാൽ പിന്നെ എനിക്ക് ഭയം നഷ്ടപ്പെടും. തസ്യ പ്രിയമേവ ശിരഃ മോദോ ദക്ഷിണഃ പക്ഷഃ പ്രമോദ ഉത്തരഃ പക്ഷഃ ആനന്ദ ആത്മാ. ആത്മാവിൻ്റെ ലക്ഷണം എന്താ? ആത്മാവിൻ്റെ സ്വരൂപം ആനന്ദം. അതുകൊണ്ട് ഭഗവാനെ ഇവിടെ വിളിച്ചിരിക്കണം നിത്യം ചിദാനന്ദരൂപം. ഭഗവാൻ സത്യം, ജ്ഞാനം, അനന്തം. നിന്നുതാശേഷ ലോകേശ വൈരി പ്രതാപം. അതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ലോകത്തിൽ നമ്മൾ പ്രതാപമായിട്ട് എന്തൊക്കെയോ ഞാൻ നേടിയെന്ന് വെച്ചിരിക്കണമല്ലോ, ഈ നേടണതിനെ മുഴുവൻ എടുത്തു കളയണം. എന്തൊക്കെ നമ്മൾ അനാത്മവസ്തുക്കളെ നേടിയിരിക്കണോ ആ നേടിയതിനെ മുഴുവൻ ഇത് ഭസ്മീകരിക്കണോ. കാർത്തസ്വരാജേന്ദ്ര ചാപം, കാർത്തസ്വരാഗേന്ദ്ര ചാപം. ഇന്ദ്രനെ ഭസ്മീകരിച്ചു കളഞ്ഞു. എന്നാ ഇന്ദ്രന്റെ ആ അഭിമാനത്തിനെ ഇല്ലാതാക്കി കളഞ്ഞു. ഇന്ദ്രന് ഒരു ഭഗവാന്റെ അടുത്ത് ഒരു കുശുമ്പ്, എന്നാ ത്രിമൂർത്തികളുടെ അടുത്ത് ഒരു കുശുമ്പ്. ആദ്യം മഹാദേവനെ അങ്ങോട്ട് ഡിഫീറ്റ് ചെയ്യാം, ഇവിടെ വലിയ സംഹാരം നടത്തുന്ന ആളല്ലേ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ ഇപ്പം റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് ഏറ്റവും വലിയ എല്ലാം നിൽക്കണില്ലേ. പണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ആണെന്നാണ് നമ്മളൊക്കെ ധാരണ. പണം സമ്പാദിക്കലാണ് ഏറ്റവും ഫസ്റ്റ്. അത് കിട്ടിയാൽ എല്ലാം വന്നോളൂ എന്ന് എല്ലാവരും പറയും. പണത്തിന് മേലെ എന്തൊക്കെ പറക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പാവപ്പെട്ട കുട്ടികളെയൊക്കെ പഠിക്കാൻ വിട്ട് അല്ലേ. അപ്പോൾ ഇതാണ് വിചാരിച്ചിരിക്കണത്. ഇപ്പം ഇന്ദ്രൻ ഈ പ്രതാപമൊക്കെ കൊണ്ടിട്ട് ഭഗവാന്റെ അടുത്ത് ഫൈറ്റ് ചെയ്യാം. ഭഗവാനോ ത്രികാലജ്ഞൻ, 3 കാലത്തെ പറ്റിയും അറിവുള്ളവനായിട്ടുള്ള ഭഗവാൻ എന്ത് ചെയ്യണു? കൈലാസത്തിലിരുന്ന് തന്നെ അറിഞ്ഞു ഇതാ ഗർവ് കാണിക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ഭഗവാൻ കുറച്ച് ഭടന്മാരെ നിർത്തണത് പോലെ ഫ്രണ്ടിൽ കവാടത്തിൽ ഒരു എല്ലുകുച്ചി പോലത്തെ ഒരു ഭടനെ നിർത്തി. ഇന്ദ്രൻ എന്ത് ചെയ്തു? ഒറ്റ അടി അടിച്ച് അതിനെ വീഴ്ത്താൻ നോക്കണേ. എത്ര അടിച്ചാലും അയാൾ കേൾക്കണില്ല. അയാളുടെ ഒരടിയിൽ ഇന്ദ്രൻ വീണു. ഭഗവാനെ തോൽപ്പിക്കാൻ പോയതാണ്. ഒരു ചെറിയൊരു എല്ലുകുച്ചി പോലെ നിൽക്കണ ഒരു ഭടനെ ഇടിച്ച് വീഴ്ത്താൻ പറ്റില്ല. അഭിമാനം അങ്ങോട്ട് ഇല്ലാതായി. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യണു? ആ അഭിമാനം, ഇന്ദ്രിയ ശക്തിയെ പതുക്കെ ഇല്ലണു. പഞ്ചവക്ത്രാതി സംസ്ഥിതാം ചതുർവക്ത്രാതി സംസ്ഥിതാം. ഓരോ ഇന്ദ്രിയത്തിന്റെ ശക്തിയെ കുറച്ച് കൊണ്ടുവന്ന് ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക, മിച്ചയിരിക്കുന്ന ശക്തിയെ കൊണ്ട് ശിവത്തിൽ ഐക്യപ്പെടുത്തിയിട്ട് ലളിതമായിട്ടിരിക്കണം. ലളിതം എന്ന് പറഞ്ഞാൽ സരളമായിട്ടിരിക്കണം, അണുക്കളിൽ വെച്ചും അണുവായിട്ടിരിക്കണം. ജ്ഞാനികളൊക്കെ അങ്ങനെയാണ്, അവർക്കൊന്നും അഭിമാനമേ ഇല്ല. രമണ മഹർഷിയുടെ അടുത്ത് തന്നെ ഒരാൾ വന്ന് ചോദിച്ചു, ഈ തിരുവണ്ണാമലയിൽ ഒരുപാട് ജ്ഞാനികളൊക്കെ ഉണ്ടല്ലോ, ഭഗവാൻ നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചു. മഹർഷി വലിയൊരു ജ്ഞാനവിത്ത് മഹർഷിയുടെ അടുത്ത് തന്നെ പോയി ചോദിച്ചു, തിരുവണ്ണാമലയിൽ ആരോ ജ്ഞാനമായിട്ടൊക്കെ ഇരിക്കണുണ്ടല്ലോ, ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, അവിടെ പോയി നോക്കൂ, കുറച്ച് അങ്ങോട്ട് വലത്തോട്ട് പോയാൽ ഉണ്ട് എന്ന് പറഞ്ഞു വിട്ടു. കാരണം അവർക്ക് ഞാൻ എന്നൊരു ഭാവമില്ല, അഭിമാനമില്ല. അവർ അണുക്കളിൽ നിന്നും അണുവിനെ പോലെ ഇവിടെ ജീവിക്കുന്നുണ്ട്. കരിയില പോലെ നിൽക്കണു, ഭഗവാന്റെ നിയന്ത്രണത്തിലിരിക്കണു. ഭഗവാൻ അവരെന്ത് ഇച്ഛിക്കണോ അത് ഭഗവാന്റെ ഇച്ഛയാണ് അല്ലേ. ആ ശിവലിംഗത്തിൽ പോയി 17 വയസ്സായ കുട്ടി കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, ഉന്നിച്ഛൈ എന്നിച്ഛൈ. ഇനി ഭഗവാന്റെ ഇച്ഛ എന്താണോ അതാണ് എൻ്റെ ഇച്ഛ. നിന്റെ ആജ്ഞാപ്രകാരം ഞാൻ അവിടെ വന്നു കഴിഞ്ഞു എൻ്റെ പിതാവേ. ഭഗവാന് പിതാവ് എന്നുള്ളൊരു ഭാവം. പിതാദേവോ മഹേശ്വര, എൻ്റെ പിതാവാണ്, വാസ്തവത്തിൽ എൻ്റെ പിതാവാണ് ഭഗവാൻ. ഭഗവാനെ അങ്ങയുടെ ഇച്ഛപ്രകാരം ഞാൻ എന്താ ഇവിടെ എത്തി, ഇനി ഇവിടെ വിട്ട് പോവേയില്ല. അങ്ങ് എന്തു പറയണോ അതുപോലെ. നിന്നുദാശേഷ ലോകേശ വൈരി പ്രതാപം കാർത്തസ്വരാഗേന്ദ്ര ചാപം കൃത്തിവാസം ഭജേ ദിവ്യ സന്മാർഗബന്ധും. ഭഗവാൻ എന്ത് ചെയ്യണമെന്ന്? കൃത്തിവാസം, കാർത്തസ്വരാഗേന്ദ്ര ചാപം. മഹാമേരു പർവ്വതത്തിന് ഭഗവാന്റെ ശിരസിൽ മഴവില്ല് പോലെ ഒരു പ്രഭാരൂപത്തിൽ വച്ചിരിക്കുന്നു. മഹാമേരു പർവ്വതം, കാർത്തസ്വരാഗേന്ദ്ര ചാപം, കൃത്തിവാസം. എങ്ങനെയാ വേഷം അണിഞ്ഞിരിക്കണമെന്ന്? ആനയുടെ തോല് അണിഞ്ഞിരിക്കണം എന്ന് വെച്ചാൽ ഭഗവത് നാമം എടുത്ത് ആദ്യം ഒന്ന് ജപം ചെയ്യാനിരുന്ന മുറുമുറായിരിക്കും. ഒന്നും ഒരു അനുഭവം വരണില്ല എന്ന് തോന്നും ചിലർക്കല്ലേ. ആരെങ്കിലും ഒരു ഭഗവത് നാമത്തെ ഉപദേശം കൊടുത്ത് ആദ്യത്തെ ദിവസം കുളിച്ച് കുരുതിട്ട് അലാറത്തിനെ നമ്മൾ വിളിച്ചുണർത്തും. അലാറത്തിനെ നമ്മൾ വിളിച്ചുണർത്തിയിട്ട് പോയിരുന്ന് ജപിക്കും. 2-3 ദിവസം ആകുമ്പോൾ അലാറം നമ്മൾ വിളിച്ചാൽ കൂടെ അറിയണില്ല. എന്താന്ന് വെച്ചാൽ
ഇതൊരു മുറുമുറായിരിക്കണമെന്ന് വിചാരിക്കും, ഡ്രൈ ആണെന്ന് വിചാരിക്കും. പക്ഷെ ഏതൊരു ഡ്രൈ ആണോ നമ്മൾ അധികം കൊണ്ട് നമ്മൾ സോഫ്റ്റാക്കി വരണം. ചിലതൊക്കെ ഇങ്ങനെ കട്ടി ഹാർഡായിരിക്കണതിന് ഒരുപാട് ഈ ഉളൻ ത്രെഡൊക്കെ ഇങ്ങനെ ചീകി വളരെ സോഫ്റ്റ് ആവണത് പോലെ ഭഗവാന്റെ കൃത്തിവാസം എലിഫന്റിന്റെ സ്കിൻ പോലെ ഈ കട്ടിയായിട്ടുള്ള സ്കിന്നിനെ നമ്മൾ പതുക്കെ അതിൻ്റെ ഉള്ളിലൂടെ ഒരു ജലം ഉള്ളിലൂടെ നീരിറങ്ങാൻ വേണ്ടി കയറണത് പോലെ, അത് കയറിപ്പോണ വഴിയോ പൈപ്പ് കണക്ഷനോ ഒന്നും നമുക്ക് കാണാനേ വയ്യ. തലയിൽ വെള്ളം കെട്ടിയിരുന്ന ഉള്ളിൽ നീരിറക്കം വരണത് പോലെ ഇത് ഏതോ ഒരു ഹോളിലൂടെ ഇറങ്ങിപ്പോണത് പോലെ ഈ ആന പോലെ ഇരിക്കുന്ന ഈ സ്കിന്നുള്ള ഭഗവാന്റെ വേഷം വലിയ കഠിനമാണ്. ഈ മാർഗം വളരെ കഠിനം എന്ന് പറഞ്ഞു. അയ്യേ മെത്ത കഠിനം ഉമ കടിമൈ അയ്യേ മെത്ത കഠിനം. ഈ മാർഗം വളരെ കഠിനമാണെന്ന് പറഞ്ഞു. എന്താ കഠിനം എന്ന് പറഞ്ഞാൽ സാധനയ്ക്ക് നമുക്ക് വിനാശം വന്നുകൊണ്ടേയിരിക്കും. സാധന ചെയ്യുമ്പോൾ അത്ര പെട്ടെന്നൊന്നും മായ നമ്മളെ കണക്ട് ചെയ്ത് വിടുകയില്ല. കണക്ഷൻ ഊരിക്കൂടെ. എത്ര നമ്മൾ സ്വിച്ച് കണക്ട് ചെയ്യാൻ നോക്കണം, മായ വലിച്ചു ഊരും. ചില ഫാനൊക്കെ ഈ ടേബിൾ ഫാനൊക്കെ ഇങ്ങനെ കുത്തിയിട്ട് കഴിഞ്ഞാൽ, ചില ഫാൻ ഒരു സ്വാമി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു ഫാൻ കുത്തിയിട്ടിങ്ങനെ സ്ഥലത്തുനിന്ന് ചാടി അപ്പുറത്ത് വരെ വരുമെന്ന്, എന്നിട്ട് വയറിനെ ഇളക്കും. ചില ഫാനൊക്കെ സൗണ്ടും ഉണ്ടാക്കി ജമ്പും ചെയ്ത് വരും. ചിലതിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെടുത്ത് കൊണ്ടുവരുമ്പോൾ കണക്ഷൻ ഊരിപ്പോവും. ജപമൊക്കെ ആ വയറിനൊരു നീളം കാണും, അതിനപ്പുറത്ത് കൊണ്ടുപോയി എൻ്റെ രീതിക്ക് ജപിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പോകും അല്ലേ. ജപത്തിനൊരു സംവിധാനം, തപസ്സാണ്. ഒരടുത്ത സമയം, നിശ്ചിത സമയത്ത് ഇരുന്ന് ജപിക്കേണ്ട ഞാൻ ഫോണിനടുത്തെല്ലാം ജപം ചെയ്തോളൂ, എപ്പോൾ വേണോ സദാ ജപിക്കാം. പക്ഷേ തപസ്സെന്നുള്ള രീതിയിൽ നിശ്ചിത സമയത്ത് ഒരിടത്ത് അനങ്ങാത്ത ഒരു അനുഷ്ഠാനം എന്ന് പറഞ്ഞ് ഇരുന്നാൽ അതിനെ നമ്മളെ സൗകര്യത്തിന് മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഇടയിൽ കേട്ടതാണ്, മള്ളിയൂർ തിരുമേനിക്ക് ഏതോ ഒരു കാലത്തിൽ തോന്നിയത്രേ ബദ്രീനാഥിൽ പോകണം തോന്നി. ബദ്രീനാഥിൽ പോകണം തോന്നിയിട്ട് അദ്ദേഹം പറയണു കുറേ നാൾ കൊണ്ടൊരു ആഗ്രഹമുണ്ട്, പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സന്ധ്യാവന്ദനം മുടങ്ങിപ്പോകുമെന്ന് പറഞ്ഞ് പോയില്ല. സന്ധ്യാവന്ദനം മുടങ്ങിപ്പോകുമെന്ന് പറഞ്ഞ് ബദ്രീനാഥ് പോയില്ല. അത് വലിയൊരു ഒരു നോളജാണത്. എന്ന് വെച്ചാൽ തൻ ചെയ്യണ ചെറിയ കാര്യം അതൊരു മഹത്തായ കാര്യം. എത്ര കൈലാസം തരാമെന്ന് പറഞ്ഞാൽ ആ കാര്യത്തെ വിട്ട് മാറില്ല എന്നൊരു തപസ് വന്ന പതുക്കെ മരുന്ന് ഇറ്റ് വിൽ ബിക്കം ടേസ്റ്റി, നല്ല രുചിവത്താവും അല്ലേ. അപ്പം എത്ര ആനയുടെ തൊലിയുള്ള ഭഗവാനാണെങ്കിലും ഒന്ന് അലിഞ്ഞു പോവും. കൃത്തിവാസം ഭജേ ദിവ്യ സന്മാർഗബന്ധും. സത്മാർഗത്തിലേക്ക് നമ്മളെ നയിക്കും. സത്മാർഗത്തിലേക്കുള്ള ബന്ധുവാണ് ആര്? ഭഗവത് നാമം ജപം. ഒരു ഭഗവത് നാമം നമ്മളെ സത്മാർഗത്തിൽ കൊണ്ടുപോകും. സത്മാർഗത്തിലോട്ട് കൊണ്ടുപോയില്ലെങ്കിലും ദുസ്സംഗത്തിൽ നിന്ന് നമ്മളെ മാറ്റിത്തരും അല്ലേ. ഏതോ ഒരു അഴുക്ക കൂട്ടുകെട്ട്, ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് നമ്മളെ മാറ്റിത്തരും. ഇതാണ് ഒരു മന്ത്രം ചെയ്യണത്. മനഃത്രായേതി മന്ത്രഃ. മനസ്സിൽ നിന്നും, മനസ്സിൻ്റെ സങ്കല്പത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കണതാണ് മന്ത്രം. ആ മന്ത്രം ഏതത് ആലംബനം, അതൊരു ആലംബനമാണ്. ഏതദേവ ആലംബനം, അതുമാത്രമാണ് ആലംബനം. ആ മന്ത്രം വെളിയിൽ ബാഹ്യമായിട്ട് ജപിക്കും, കുറച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ ആ മധ്യമത്തിൽ മനസ്സിൽ മാനസീ ജപം ഉള്ളിൽ വരും. ജ്ഞാനദേവ മൗന് ജപമാല അന്തരി എന്ന് ജ്ഞാനേശ്വരൻ പറഞ്ഞു. ജ്ഞാനദേവ മൗന് ഇരുന്ന ഏതോ ഒന്നും ചെയ്യാത്ത ഒരു ഷോംബേറിയെ പോലെ ഇരിക്കും, പക്ഷെ ഉള്ളിൽ ജപമാല അല്ലേ. നാനുണ്ണൈ മറന്നാലും നാ സൊല്ലും നമശിവായവേ. ചീത്ത പറയാനെങ്കിലും ഭഗവാന്റെ പേര് ഉപയോഗിച്ചുകൊണ്ടേയിരുന്ന ആരെങ്കിലും ചീത്ത വിളിക്കാൻ പോയാൽ പോലും നമശിവായ എന്ന് ആദ്യം വരും. കാരണം ശീലിച്ചു പോയതേ പാടുള്ളൂ. നമ്മളെ ചേട്ടനെയൊക്കെ നമ്മൾ എടാ എന്ന് വിളിക്കും. ഇനി ചേട്ടാന്ന് വിളിക്കാൻ പോയാൽ എടാ ചേട്ടാന്ന് വിളിക്കും. എന്തുകൊണ്ടാ? എടാന്നുള്ളത് ശീലമായി പോയി. അതുപോലെ ഈ നാമജപം എപ്പോൾ ശീലമാവണോ, എന്തു പറഞ്ഞാലും ശിവശിവ ശിവശിവ ശിവശിവ. അപ്പോൾ അത് നമുക്ക് സത്മാർഗത്തെ തരും. ഒന്നുകിൽ ആ ദേഷ്യത്തെ ആ ശിവനാമം ഇല്ലാതാക്കും അല്ലേ. നമസ്തേ രുദ്രമന്യവഭൂതോ തൈശവേ നമഃ. ഭക്തന്റെ പ്രാർത്ഥന കൊണ്ട് ഭഗവാന്റെ കോപം മാറി അഘോരാപാപകാശിനിയായി. ഭഗവാൻ അഘോരമായി ശാന്തമായിരുന്നു. അതാണ് ഈ മന്ത്രത്തിൻ്റെ തത്വം.